പൊതുതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം നിരാശാജനകമെന്ന് വിലയിരുത്തി CPM. പ്രകടനം ആത്മവിമർശനപരമായി വിലയിരുത്തിയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. CPM 24ാം പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിലിൽ നടത്താനും തീരുമാനം. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, തെരഞ്ഞെടുപ്പ് അവലോകനം എങ്ങനെ? സമ്മേളനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. നിരാശാജനകമായ പ്രകടനമാണ് ഇത്തവണത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ CPM-ഉം പൊതുവെ ഇടതു പാർട്ടികളും നടത്തിയത് എന്ന വിലയിരുത്തലാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിൽ അവർ വിലയിരുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മതനിരപേക്ഷ കക്ഷികളെ അണിനിരത്തി RSS-നെ നേരിടുന്നതിൽ ഇടതു പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതൊരു തിരഞ്ഞെടുപ്പ് വിജയമാക്കി മാറ്റുന്നതിന് സാധിച്ചില്ല. 2019 71 സീറ്റിൽ മത്സരിച്ച CPM ഇത്തവണ 52 സീറ്റിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നിട്ട് പോലും ആ നിലയിൽ സഖ്യമുണ്ടായിട്ട് പോലും പലയിടത്തും സഖ്യമുണ്ടായിട്ട് പോലും മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയാതിരുന്നത് എന്ത് എന്ന പരിശോധന പ്രാഥമികമായി കേന്ദ്ര കമ്മിറ്റി നടത്തി. ഇനി അത് സംസ്ഥാന തലങ്ങളിൽ നടത്തും. പോരായ്മകൾ കുറേയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ചുമതല സംസ്ഥാന ഘടകങ്ങൾക്കാണ്. അത് സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകുന്നു എന്നതാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രാജ്യത്താകമാനം മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു. ജാഗരൂകരായിരിക്കണം, ഇത്തരം ഇടപെടലുകളെ നേരിടണം എന്ന ഒരു പ്രഖ്യാപനം കൂടി, ആഹ്വാനം കൂടി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നീറ്റ് വിഷയത്തിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവും CPM ഉന്നയിക്കുന്നു.